ഇന്ന് നമുക്ക് ക്ലേ വെച്ചിട്ടൊരു ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കാം. അപ്പോൾ സംഭവം എളുപ്പമല്ലാന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. എന്നാലും ഇത് ഉണ്ടാക്കണം എന്നുള്ളത് ഒരു വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ക്ലേ വല്ലാത്ത ക്ലേ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ പോലെ ഇങ്ങനെ വലിഞ്ഞുകൊണ്ടേയിരിക്കും. അതേപോലെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ടഫായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കുറേ സമയം എടുത്തിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊരു ഹാർട്ട് ഷേപ്പിലേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഹാർട്ട് ഷേപ്പിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത ക്ലേ. കാരണം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് നല്ല അടിപൊളി ക്ലേ ആണ്. ആ കണക്കിന് ഈ ക്ലേ തീരെ പോരാട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് നല്ല ക്ലേ ആണെന്നൊക്കെയാണ്. പക്ഷേങ്കിൽ എനിക്ക് ഇന്ന് ഇത് ഉണ്ടാക്കുമ്പോൾ മനസ്സിലായി ഈ ക്ലേൻ്റെ ഏകദേശം ഉള്ള ഒരു ഐഡിയ. ഇനിയിപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ അറിയായിട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്തുകൊണ്ടും ഇത് അത്ര സെറ്റപ്പായി കിട്ടുന്നില്ല കേട്ടോ. അപ്പം ഞാനൊരു സ്ട്രോബെറിയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവം സ്ട്രോബെറി പോലെയൊന്നും വന്നിട്ടൊന്നുമില്ല. എന്നാലും എവിടെയൊക്കെയോ ഒരു കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ നമ്മുടെ ട്രിങ്കറ്റ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം ഓക്കെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയോ ഓക്കെയാണ്. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അതേപോലെ അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.